CPM BJP ഡീലല്ല കേരളത്തിൽ ഉണ്ടായിരുന്നത്, മറിച്ച് പിണറായി BJP ഡീലെന്ന് തിരുത്തി വായിക്കണമെന്നാണ് അഖിലേന്ത്യാ CPM സെക്രട്ടറിയായ MA ബേബിയുടെ ഒരു അഭ്യർത്ഥന. അത് നേരിട്ട് പറയാൻ കഴിയാത്തതിനാൽ അതിൻ്റെ വ്യക്തമായ സൂചന നൽകുകയാണിപ്പോൾ MA ബേബി. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇവിടെ വന്ന് CPM BJP ഡീലെന്ന് വലിയ രീതിയിൽ ആരോപിച്ചതും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് MA ബേബി ഇപ്പോൾ തക്ക സമയത്തൊരു വെടിപൊട്ടിച്ചിരിക്കുന്നത്. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ല എങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടമാകുമെന്ന് കാട്ടി CPM ജനറൽ സെക്രട്ടറിയായ MA ബേബി മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും ഇന്ത്യ നേതാക്കൾക്കും കത്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരം നൽകിയേ മതിയാകൂ. ബേബി പറയുന്നത് BJPക്കെതിരായ പോരാട്ടമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്നും, എന്നാൽ സംസ്ഥാനത്ത് പരസ്പരം മത്സരിക്കുമ്പോഴുള്ള പരസ്പര ബഹുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ കിട്ടിയിട്ടില്ല. അതായത് കോൺഗ്രസ് നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരെ CPM നടത്തുന്ന കള്ളപ്രചരണങ്ങളും ഒപ്പം മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള തേജോവധവുമെല്ലാം നടത്തിയതുപോലെ കോൺഗ്രസ് തിരിച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിനെ മാത്രമല്ല, ഭർത്താവ് നഷ്ടപ്പെട്ട ADM നവീൻ ബാബുവിൻ്റെ ഭാര്യയെ മുതൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ വരെ വളരെ മോശമായി ആക്രമിച്ച വിദ്വാൻമാരുടെ നേതാവാണ് ഈ പറയുന്നത് പരസ്പര ബഹുമാനം വേണമെന്ന് ഉള്ള കാര്യം. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ താനില്ല എന്നും പകരം ജോൺ ബ്രിട്ടാസിനെ അയക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന MA ബേബി ഇവിടെ പിണറായി വിജയനെതിരെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ പോലും CPMനെതിരെ കേരളത്തിൽ BJP ഡീൽ ആരോപിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. RSSനെതിരെ വിശാലമായ ബ്ലോക്ക് ഉണ്ടാകണമെന്ന നിലപാട് മാത്രം സ്വീകരിക്കുന്ന CPMനെതിരെ RSS ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായ തെളിവ് ഞങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ആവശ്യം. എന്നാൽ തെളിവുകൾ ഇഷ്ടം പോലെയുള്ള ഈ കേസിൽ MA ബേബി ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതിലും കാര്യമുണ്ട്. അതായത് കേരളത്തിൽ CPM BJP ഡീൽ ഉണ്ടായിരുന്നില്ല എന്നും, എന്നാൽ പിണറായി വിജയനും BJPയുമായി ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളതും മാറ്റി പറയിപ്പിക്കാനും അത് തെളിയിക്കാനും തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒക്കെ ഇങ്ങനെ MA ബേബി വെല്ലുവിളിക്കുന്നത്. അതായത് ഈ രാജ്യത്ത് തന്നെ CPM ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാതെ നാണക്കേടിൻ്റെ പടുകുഴിയിൽ നിൽക്കുകയാണ്. അതിലവസാനം തോറ്റ കേരളത്തിൽ CPM നേതൃത്വത്തിൻ്റെ പരാജയമായിരുന്നു എന്നുള്ള വാർത്തകളാണ് മൊത്തം പരക്കുന്നത്. എന്നാൽ അതല്ല കാര്യം. CPM കേരളത്തിൽ മികച്ചതാണെന്നും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും എല്ലാ തട്ടിപ്പുകളും നടത്തിയ അദ്ദേഹം മാത്രമാണ് ഈ പരാജയത്തിന് കാരണമെന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങിൽ തന്നെ സ്ഥാപിച്ചെടുക്കാനാണ് MA ബേബിയുടെ നീക്കം. അതുവഴി കേരളത്തിലും ബേബി പറഞ്ഞെടുത്ത് നിൽക്കുന്ന ഒരു പുതിയ നേതൃത്വം വരാനാണ് അദ്ദേഹം ഈ അവസരം പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. BJP CPM ഡീലിന് തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ പറയും തൃശ്ശൂർ പൂരം കലക്കിയതും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതുമെല്ലാം പിണറായി BJP ഡീലിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. അത്ര കേട്ടാൽ മതി MA ബേബിക്ക്. നമുക്കറിയാം AKG സെൻറ്റർ ഉദ്ഘാടനത്തിന് പോലും അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബിയെ വേലിക്ക് പുറത്തു നിർത്തി തൻ്റെ ഇഷ്ടപ്രകാരം ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ പാർട്ടിയെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന കാലമായിരുന്നു കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകൾ എന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോൾ കിരീടവും ചെങ്കോലുമെല്ലാം നഷ്ടപ്പെട്ട വെറും പിണറായി വിജയനെ ഒന്നവിടെ ഇരുത്താൻ MA ബേബിക്ക് കിട്ടിയ നല്ലൊരവസരം അത് പരമാവധി മുതലെടുക്കുകയാണ് അദ്ദേഹം. അതിന് ഇന്ത്യ മുന്നണി യോഗം തന്നെ ഉപയോഗിച്ച് ഈ രാജ്യം മുഴുവൻ പരമാവധി അറിയിക്കുകയാണ് MA ബേബിയുടെ ലക്ഷ്യം.